മഹത്വമുണ്ടാക്കുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും തിരുവെഴുത്തിൽ നിന്ന് ആഴവും ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലായി വെളിച്ചമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന ദൈവിക അനുഭവം പ്രാപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 146 സങ്കീർത്തനം 9 വാക്യം. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥരെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറച്ചു കളയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് ഇടപെടുന്നൊരു പദം ഇതാ: അവൻ വഴി മറിച്ച് കളയുന്നു. ദൈവത്തെക്കുറിച്ച് പറയുന്ന ദുഷ്ടന്മാരുടെ വഴിയെ മറിച്ച് കളയുന്നു എന്ന് സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. ഇന്ന് നമ്മുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത് ഇതാ: വാഗ്ദത്വമുള്ള ദൈവവൈദ്യൻ്റെ വഴികളെ മറിച്ച് കളയുന്ന ശത്രുവിൻ്റെ പ്രവർത്തികളെക്കുറിച്ച്. വഴിയുണ്ട്, യഥാർത്ഥമായ വഴി, വാഗ്ദത്തങ്ങളിലേക്ക് കടക്കേണ്ട വഴി, എന്നാൽ അത് മറിച്ച് കളയാൻ നോക്കുന്ന ഒരു കാലഘട്ടം. ദൈവത്തിൻ്റെ വൈതലേ, ഇപ്രകാരം ജീവിതത്തിൻ്റെ സ്ഥിതിയിലും സാഹചര്യത്തിലും അവസ്ഥയിലേക്ക് കടന്നു വന്നിട്ടില്ലേ? വഴി മറിച്ച് കളഞ്ഞു. പോകേണ്ട പാതയായിരുന്നു, പോകേണ്ട വഴിയായിരുന്നു. അവിടെ എത്തിയിരുന്നെങ്കിൽ എൻ്റെ വാഗ്ദത്തങ്ങൾ നടന്നേനെ. ഇപ്രകാരം ചിന്തയിലും മനോഭാരത്തിലേക്ക് ആയിരിക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഴവും ശക്തമായ ദൂതിത. വഴി നേരെയാക്കുന്ന ദൈവം, വഴി യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ കണ്ട് സന്തോഷിക്കാൻ പോകുക. ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ഇടപെടുന്ന ദൂത്: വഴി മറച്ച് കളയുവാൻ നോക്കുന്ന ശത്രുവുണ്ട്. യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തു. ആ വാഗ്ദത്തങ്ങളെ മറിച്ച് കളയുക, യോസഫിൻ്റെ വഴികളെ മറിച്ച് കളയുക. പോത്തിഫറിൻ്റെ ഭവനത്തിൽ വെച്ച് യോസഫിനെ ശത്രു നോട്ടം വിട്ടു. എന്ന ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും യോസഫിനെ അതിനകത്തുനിന്ന് വിടുവിക്കുക. ഇസ്രായേൽ ജനത്തെ ദൈവം പാലും തേനും ഒഴുകുന്ന കനാൽ ദേശം വാഗ്ദത്തം കൊടുത്ത് പുറപ്പെടുവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ഇതാ അവിടെ വഴി മറിച്ച് കളഞ്ഞു ശത്രു. പലരും മരുഭൂമിയിൽ പട്ടുപോയെന്ന് വചനം പറയുന്നു. കനാൽ ദേശത്ത് എത്താതെ, വാഗ്ദത്ത മണ്ണിൽ കാലുകുത്താതെ പലരും മരുഭൂമിയിൽ വീണുപോയത് അവിടെ വഴി മറിച്ച് കളഞ്ഞതാ. വാഗ്ദത്തമുള്ള ദൈവം ഇതിൻ്റെ വഴി മറിച്ച് കളയുക ശത്രു നോക്കും. ഇന്ന് ദൈവാത്മാവ് ഹൃദയങ്ങളോട് ദൂത് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് ആഴമായി ശബ്ദം ഇടപെടുന്നു, ദൈവിക ആലോചന ഇടപെടുന്നു. വഴി മറിച്ച് കളയുക നോക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ തലം വെളിപ്പെടുത്തി അത് മുമ്പോട്ട് നീങ്ങുന്ന കാലഘട്ടത്തിൻ്റെ നടുവിൽ ജീവിതസ്ഥിതിയിൽ വഴിമറിച്ച് കളയുക ശത്രുവിന് കഴിയത്തില്ല, ജീവിതങ്ങൾക്ക് കഴിയത്തില്ല. ദൈവത്തിൻ്റെ വൈതലേ, വാഗ്ദത്തം തന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ കരം ജീവിതത്തിൻ്റെ കൂടാരത്തിൽ വെളിപ്പെടുവാൻ നാഴിക സമയം അടുത്തു വന്നിരിക്കുന്ന ഈ സമയം വഴി മറിച്ച് കളയുവാൻ ശത്രു പല തന്ത്രങ്ങളും മെനയും പല പദ്ധതികളും അവൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുക. അതിനെ കണ്ട് ശാസിക്കുക, അതിനെ കണ്ട് പ്രാർത്ഥിക്കുക, എഴുന്നേൽക്കുക. ഒരു ഉണർവ് ഹൃദയത്തിൻ്റെ തലങ്ങളിൽ നിരാശകളെ മാറ്റി, ആകുലതകളെ മാറ്റി, വിചാരങ്ങളെ മാറ്റി എൻ്റെ വഴികളെ മറിച്ച് കളയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പാദപീഠത്തിൽ ഒറ്റിരുന്നു കൊണ്ട് വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ്
ശക്തവും ആഴമായി ആഹ്വാനം ചെയ്യുന്നു. അവൻ വഴികളെ മറച്ചു കളയുന്നു. എത്രയോ ഭക്തന്മാരുടെ ജീവിതത്തിൽ വഴികളെ ശത്രു മറച്ചു കളഞ്ഞു, വഴി തെറ്റിച്ചു കളഞ്ഞു. വാഗ്ദത്തങ്ങളിലെത്താതെ പാതി വഴി അവസാനിക്കേണ്ടി വന്ന ചരിത്രങ്ങൾ വേദപുസ്തകത്തിൽ തിരുവെഴുത്തിൽ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ദൂത്, പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിൽ, ആരാധിക്കുന്ന ദൈവം ഇതിൽ, വചനത്തിൻ്റെ ആഴങ്ങളിൽ നിലനിൽക്കുന്ന ദൈവം ഇതിൻ്റെ വഴികളെ മറച്ചു കളയുവാൻ അത് അസാധ്യമായി മാറത്തക്ക നിലയിൽ ദൈവം കൃപ പകരും, ദൈവം ശക്തി പകരും. ദൈവത്തിൻ്റെ കൃപ വാഗ്ദത്തങ്ങളിലെത്തിപ്പാൻ ഇടയായിത്തീരും. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവിടെ വാഗ്ദത്തങ്ങളിലും വഴികളെ മറച്ചുകളെ ശത്രു നോക്കുമ്പോൾ ദൈവമേ അത് കണ്ടുണർന്ന് പ്രാർത്ഥിപ്പാ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം വാതിലുകൾ തുറക്കണം, വഴികൾ തുറക്കണം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതലുകൾ ഇറങ്ങട്ടെ. ദൈവിക മഹത്വം കൂടാരത്തിൽ ഇന്ന് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപ്രകാരം അനുഗ്രഹിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.